പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25. പ്രധാന വാർത്തകൾ. ഒമാൻ നിർമ്മിത സ്കൂൾ ബസ്സുകൾ നിരത്തിലേക്ക്. ദുഃഖം ഫാക്ടറിയിൽ 5 ബസ്സുകളുടെ നിർമ്മാണം പൂർത്തിയായി. അടുത്ത മാസം മുതൽ ബസ്സുകൾ സ്കൂളുകൾക്ക് ലഭ്യമാക്കി തുടങ്ങും. പഴയ ബസ്സുകൾക്ക് പകരം ഇവ സർവീസ് നടത്തും. വിദ്യാഭ്യാസ മന്ത്രാലയവുമായി കരാറടിസ്ഥാനത്തിലാണിത്. 5 വർഷത്തിനകം മുഴുവൻ സ്കൂളുകൾക്കും കർവ മോട്ടോഴ്സിന്റെ ഒമാൻ നിർമ്മിത ബസ്സുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളതുമായ ബസ്സുകളാണ് കർവ മോട്ടോഴ്സ് അവതരിപ്പിച്ചിരിക്കുന്നത്. 23 കുട്ടികൾക്ക് ഒരു ബസ്സിൽ ഒരേ സമയം യാത്ര ചെയ്യാനാകും. ബസ്സിനകത്തും പുറത്തും ക്യാമറകൾ, സുരക്ഷാ ഡോറുകൾ, എമർജൻസി ഡോറുകൾ, സെൻസർ സംവിധാനമുള്ള സൈഡ് ഡോറുകൾ തുടങ്ങിയവയും ബസ്സിന്റെ പ്രത്യേകതയാണ്. മബേല അൽസലാമ പോളിക്ലിനിക്കിന്റെ 10ാം വാർഷിക ലോഗോ മസ്കത്ത് മാനി ഹോട്ടൽ ആൻഡ് സ്യൂട്ട്സ് മബേലയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുഖ്യാതിഥി ഡോക്ടർ മുഹന്ന നാസർ അൽ മസ്ലാഹി ലോഗോ പുറത്തിറക്കി. മാനേജിംഗ് ഡയറക്ടർ സലീം അൽ ജാബ്രി, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഷീദ് അലി, ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ സിദ്ദീഖ് മങ്കട, സീനിയർ മാർക്കറ്റിംഗ് മാനേജർ നികേഷ് പൂന്തോട്ടത്തിൽ, മാർക്കറ്റിംഗ് മാനേജർ സമീർ എന്നിവർ ലോഗോ പ്രകാശന ചടങ്ങിൽ സന്നിധരായിരുന്നു. 2014 ഒക്ടോബർ 24-ന് 4 വിഭാഗങ്ങളും 14 ജീവനക്കാരുമായി മബേലയിൽ പ്രവർത്തനമാരംഭിച്ച അൽസലാമ പോളിക്ലിനിക് 10 വർഷത്തെ വിജയകരമായ യാത്രയ്ക്ക് ശേഷം 3 ശാഖകളിലേക്കും 16 വകുപ്പുകളിലേക്കും വ്യാപിച്ചുവെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ കാർഡിയോളജി, പാത്തോളജി, ഡെർമറ്റോളജി, ENT, ഗൈനക്കോളജി, ഡയബറ്റോളജി, ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെന്റൽ വിഭാഗം തുടങ്ങിയവ ഇന്ന് ലഭ്യമാണെന്നും മാനേജ്മെന്റ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോർണിഷ് മലയാളി കൂട്ടായ്മ ആസ്റ്റർ ഹോസ്പിറ്റൽ കോർണിഷുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സുഹാർ കോർണിഷ് ഫ്ലവർ മില്ലിനടുത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് 9 മണി വരെ തുടർന്നു. 110ഓളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ഹൃദയ സംബന്ധമായ പ്രയാസമുള്ളവർക്ക് സൗജന്യ ECG സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. ഇത് 58 പേർ ഉപയോഗപ്പെടുത്തി. ഇനിയും ഈ മേഖലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടക്കുന്നത്. അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. പഴം, മത്സ്യം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ആളുകൾക്ക് ലഭിക്കുന്നത്. യമനിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഹാൻസ് ഗ്രഡ്ബർഗും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയും കൂടിക്കാഴ്ച നടത്തി. UN ആസ്ഥാനത്തായിരുന്നു ഇരുവരും ചർച്ച നടത്തിയത്. യമനിലെ സാഹചര്യങ്ങളും അവിടുത്തെ ജനതയെ സേവിക്കുകയും സുരക്ഷയും സ്ഥിരതയും സ്ഥാപിക്കുകയും ചെയ്യുന്ന സമാധാനപരമായ പരിഹാരത്തിലെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് കാര്യങ്ങളും ഇരുവരുടെയും ചർച്ചയിൽ ഉയർന്നുവന്നു. ഹുബ്ബുർ റസൂൽ മസ്കത്ത് മീലാദ് ക്യാമ്പയിന്റെ നൂറെ മുജസ്സം 24ന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഒമാൻ നാഷണൽ ദഫ് മത്സരം നാളെ വൈകുന്നേരം 5 മണി മുതൽ ഹുബ്ബുർ റസൂൽ മദ്രസ ക്യാമ്പസിൽ വെച്ച് നടക്കും. വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കുന്ന ചടങ്ങിൽ ഒമാനിലെ വിവിധ മദ്രസകളിൽ നിന്നുള്ള മികവുറ്റ ദഫ് സംഘങ്ങൾ വാശിയേറിയ പോരാട്ടം കാഴ്ചവെക്കും. ജേതാക്കൾക്ക് 12 ഗ്രാം സ്വർണം സമ്മാനമായി നൽകുമെന്ന് സ്വാഗത സംഘം അറിയിച്ചു. ഒമാൻ ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ തുടക്കം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 160 പ്രദർശകരാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ സ്ഥാപനങ്ങളും ഇത്തവണ പ്രദർശനത്തിനെത്തുന്നുവെന്നും പ്രത്യേകതയാണ്. എക്സിബിഷൻ സെന്ററിലെ ഹാൾ നമ്പർ 3-ൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ 8000-ലധികം ആളുകൾ സംബന്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒമാൻ ആരോഗ്യ മന്ത്രാലയമാണ് എക്സിബിഷൻ ഒരുക്കുന്നത്. ഒമാനിലെ മലയാളി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ സൗഹൃദം മസ്കത്തിന് കീഴിൽ ബർക്കയിലെ ഫാം ഹൗസിൽ വെച്ച് ഓണം ആഘോഷിച്ചു. വിവിധതരം തനിമയാർന്ന നാടൻ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കമ്മ്യൂണിറ്റി വിഭാഗം സെക്രട്ടറി ഷമീർ PTK കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളിലെ വിജയികൾക്ക് വിനോദ് വാസുദേവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
പാലക്കാട് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷവും 11ാം വാർഷികവും 2 ദിവസത്തെ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ദേശീയ അവാർഡ് ജേതാവ് അപർണ ബാലമുരളിയായിരുന്നു മുഖ്യാതിഥി. അന്തരിച്ച പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ചുകൊണ്ടാണ് അപർണ ബാലമുരളി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. കേരളത്തെക്കാൾ ഒരുമയുടെയും ഐക്യത്തോടെയുമാണ് മറുനാട്ടിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നതെന്നും ഓണമെന്നാൽ ഇന്ന് മലയാളിയുടെ മാത്രം ദേശീയ ഉത്സവമല്ല, മറിച്ച് അത് ലോകം മുഴുവൻ ഒരുമയോടെ ആഘോഷിക്കുന്ന ഉത്സവമാണെന്നും അപർണ ബാലമുരളി പറഞ്ഞു. മേഖലയിലെ പുതിയ സാഹചര്യം പരിഗണിച്ച് ലബനനിലെ ബെയ്റൂത്തിലേക്കുള്ള സലാം എയർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സർവീസുകൾ എന്ന് പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച് ഒമാൻ ബജറ്റ് എയർലൈനായ സലാം എയർ വ്യക്തമാക്കിയിട്ടില്ല. ലബനനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഖത്തർ എയർവേസ്, ജർമ്മനിയുടെ ലുഫ്താൻസ, എയർ ഫ്രാൻസ്, ഡെൽറ്റ എയർ തുടങ്ങിയ വിമാന കമ്പനികളും സർവീസുകൾ നിർത്തിയിരുന്നു. ഒമാനിലെ ബാങ്കുകൾ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ലഭ്യമാക്കി തുടങ്ങി. ഇനി എല്ലാ ഉപയോക്താക്കൾക്കും അവരുടെ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ വാലറ്റിൽ ചേർക്കാൻ കഴിയും. ബാങ്ക് മസ്കത്ത്, സുഹാർ ഇന്റർനാഷണൽ, സുഹാർ ഇസ്ലാമിക് ബാങ്ക്, ദോഫാർ, NBO, ദോഫാർ ഇസ്ലാമിക് എന്നിവയിലാണ് ആപ്പിൾ പേ സേവനം ലഭ്യമാവുക. രാജ്യത്തെ ഉപഭോക്താക്കളും കാർഡ് പേയ്മെന്റിൽ നിന്ന് കാർഡ്ലെസ് പേയ്മെന്റിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഐഫോണുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒമാനിലെ ഉപഭോക്താക്കൾ ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് ലോഞ്ചിങ് ഏറെ കാലമായി കാത്തിരിക്കുന്നതാണ്. കാർഡ് ടോക്കണൈസേഷൻ സേവനം നൽകുന്നതിന് ബാങ്കുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റ് സേവനദാതാക്കൾക്കും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഇതിനകം മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് നിലവിലെ കാർഡ് അധിഷ്ഠിത പേയ്മെന്റ് നിലവിലെ രീതിയെ മാറ്റിമറിക്കും. രാജ്യത്തേക്ക് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. സഹാറ അതിർത്തി വഴിയെത്തിയ കാറിൽ നടത്തിയ പരിശോധനയിലാണ് വലിയ തോതിൽ സിഗരറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. മറ്റു ചില നിരോധിത സാധനങ്ങളും വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തു. ഇവ കണ്ടെത്തുന്നതിന്റെ ദൃശ്യങ്ങളും കസ്റ്റംസ് വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സഹറത്തുൽ ഖുർആൻ മദ്രസയുടെയും ICF, RSC എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന മീലാദുന്നബി ആഘോഷം നൂറെ മദീന ശ്രദ്ധേയമായി. ഇബ്ര അലാലയിലെ ഒമാനി വനിതാ സമാജ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഒത്തുകൂടി. മദ്രസ മുഖ്യ രക്ഷാധികാരി ഷെയ്ഖ് ഖലീഫ സാലിഹ് അൽ ബുസൈദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ യാക്കൂബ് ആമിർ അൽ ഷെയ്ബാനി, ഷിബു ശിവദാസൻ, അസീസ് എന്നിവർ ആശംസകൾ നേർന്നു. അലി അക്ബർ സഖാഫി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ക്രോഡീകരിച്ചു. മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ പേരിലുള്ള വ്യാജ ഫോൺ കോളുകൾക്കെതിരെ അധികൃതരുടെ മുന്നറിയിപ്പ്. എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് പലരും ഫോൺ വിളിച്ച് ഇന്ത്യൻ പൗരന്മാരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡോക്യുമെന്റുകളുമായി ബന്ധപ്പെട്ട് തെറ്റുകളുണ്ടെന്നും ഇത് ശരിപ്പെടുത്തുന്നതിന് പണം ആവശ്യമുണ്ടെന്നും ഉടൻ തുക അടയ്ക്കണമെന്നുമാണ് ഫോൺ കോളുകളായി ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ എംബസി മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ആളുകളിൽ നിന്ന് വ്യക്തിപരമായ വിവരങ്ങളോ പേയ്മെന്റുകളോ ഒന്നും തന്നെ ഫോണിലൂടെ ആവശ്യപ്പെടുകയില്ലെന്ന് എംബസി അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യമേഖലയിലെ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ B2B മീറ്റ് സംഘടിപ്പിച്ചു. ഒമാൻ ഹെൽത്ത് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന 26 ഇന്ത്യൻ ആശുപത്രി പ്രതിനിധികൾ സംബന്ധിച്ചു. ഒമാൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വലീദ് ഖാലിദ് സദ്ജലി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഒമാനിലെ ഇന്ത്യൻ പ്രവാസി കായിക പ്രേമികൾക്കായി മസ്കത്ത് ഹാമേഴ്സ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച പകലും രാത്രിയുമായി മൊപേല ആഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ 16 പ്രമുഖ ടീമുകൾ മാറ്റുരയ്ക്കും. KMF അസോസിയേഷന്റെ നിയന്ത്രണത്തിൽ നടത്തുന്ന ഹാമേഴ്സ് സൂപ്പർ ലീഗ് ടൂർണമെന്റിൽ വിജയികളായി സീസണിന് തുടക്കം കുറിക്കാൻ എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും കഠിന പരിശീലനത്തിലാണ്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഗാലൻസ് FC യുവനിരയുമായി ഇറങ്ങുന്ന ലയൺസ് FCയെ നേരിടും. ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും മികച്ച മത്സരങ്ങൾ ഒരുക്കുന്നതിന് മസ്കത്ത് ഹാമേഴ്സ് അംഗങ്ങൾ പ്രയത്നത്തിലാണെന്നും ടീം മാനേജിംഗ് സെയ്ദ് അജ്മൽ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.